സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാന്മാരായ സ്വഹാബത്ത് ലോകത്തെവിടെ പോയിട്ടും ആ സ്വഹാബികളിൽ നിന്ന് ഇസ്ലാം പഠിച്ച പിന്തലമുറ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക മുസ്ലിങ്ങൾക്ക് മാതൃകാ യോഗ്യരായ സമുദായമായി ചൂണ്ടിക്കാണിച്ചു തന്ന ഹിജ്റ 1-ാം നൂറ്റാണ്ടുകാര്, ഹിജ്റ 2-ാം നൂറ്റാണ്ടുകാര്, ഹിജ്റ 3-ാം നൂറ്റാണ്ടിലെ മുസ്ലിം ലോകത്ത് എവിടെയെങ്കിലും അനറബി ഭാഷയിൽ, പ്രാദേശിക ഭാഷയിൽ ഒരു ഖുതുബ നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ? പിന്നെ സഹോദരന്മാരെ, ഇത് ഇതെന്ന് തുടങ്ങിയതാ സ്വഹാബത്ത് ഖുതുബ പ്രസംഗല്ലേ, പ്രസംഗം തിരിയേണ്ടിയതല്ലേ, തിരിയാൻ കസാര ബാർബർ ഷാപ്പിലല്ലേ എന്ന വ്യാഖ്യാനം ചെയ്തില്ല. ഇതുതന്നെയാണ് ഖുദ് മിൻ അംവാലിഹിം സ്വദഖ എന്ന ആയത്തിന് അന്നത്തെ കപട വിശ്വാസികൾ ദുർവ്യാഖ്യാനം ചെയ്തു. അവർക്ക് ആവശ്യം ഇസ്ലാമിക ഉമ്മത്തിന്റെ അകത്തളങ്ങളിൽ ഫിർഖത്ത് കൊണ്ടുവരല, വിഭാഗീയത കൊണ്ടുവരല. അതിനുവേണ്ടി അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്ത് പഠിപ്പിക്കാത്തത്, ഹിജ്റ 1, 2, 3 നൂറ്റാണ്ടിലെ മുസ്ലിം ലോകത്തിന്റെ മാതൃകാ യോഗ്യരായി ആരും നമുക്ക് ചെയ്തു കാണിച്ചു തരാത്തത് ലോകത്താദ്യമായി ചെയ്തതാരാണ്? റഷീദ് റിള പറയുന്നത്, ലോകത്താദ്യമായി പ്രാദേശിക ഭാഷയിലേക്ക് ഇസ്ലാമിന്റെ ആരാധനയെ മാറ്റിത്തിരുത്തിയ ദുശക്തികളാരാണ്? അത് ഇസ്ലാമിക വിരുദ്ധ സാമ്രാജ്യത്വ ശക്തികൾക്ക് തുർക്കി ഖിലാഫത്തിനെ തകർത്തുകൊണ്ട് കയ്യിൽ കൊടുക്കാൻ സാമ്രാജ്യത്വ മച്ചുനനായി പ്രവർത്തിച്ച ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ശത്രുവുണ്ടോ? തുർക്കിയിലെ ദേശീയവാദിയായ മുസ്തഫ കമാൽ പാഷയാണ്. ആ മുസ്തഫ കമാൽ പാഷ മൂപ്പര് ആയത്തും ഹദീസൊന്നും നോക്കിയിട്ടല്ല, അധികാരത്തിന്റെ ഗർവിലാണ് അത് ചെയ്തത്. അയാൾക്ക് മുസ്ലിം സമുദായത്തിൽ അത് അടിച്ചേൽപ്പിക്കാൻ അധികാരത്തിന്റെ ദണ്ടുണ്ടായി. മുനാഫിക്കീങ്ങളെ കയ്യിൽ അതില്ല. മുനാഫിക്കീങ്ങൾക്ക് മുസ്ലിം സമുദായത്തെ ഒസുവാസാക്കാൻ ആയത്ത് ദുർവ്യാഖ്യാനിക്കാൻ കേരളത്തിലെ വഹാബികളുടെ കയ്യിലും അതില്ല. അതുകൊണ്ട് അവർക്കും വേണം അന്നത്തെ മുനാഫിക്കീങ്ങൾ ചെയ്ത ദുർവ്യാഖ്യാനത്തിന്റെ പ്രവണതകൾ. സഹോദരന്മാരെ, ഇത് ചരിത്രമാണ്. ലോകത്ത് ഈ ഖുതുബയുമായി ബന്ധപ്പെട്ട ചരിത്രം പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥിക്ക് അനായാസമായി മനസ്സിലാക്കാവുന്ന വസ്തുതയാണ്. കേരളത്തിൽ ഖുതുബ പ്രാദേശികവൽക്കരിക്കണമെന്ന് അവകാശപ്പെട്ട് കടന്നുവന്ന KM മൗലവി ഖുതുബ മലയാളത്തിലാക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമുണ്ട്. ആ KM മൗലവിയുടെ പുസ്തകത്തിൽ അയാൾ പറയുന്നത് എന്താണ്? ഖുതുബ മലയാളത്തിലാക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും, ഖുതുബ മലയാളത്തിലാക്കണമെന്ന് നമ്മൾ അവകാശപ്പെട്ടാലും, ഈ ഒരു പരിപാടി പ്രാദേശികമായ ഭാഷയിലേക്ക് ഖുതുബയെ പാകപ്പെടുത്തുന്ന പരിപാടി കേരളത്തിലെന്നു മാത്രമല്ല, ലോകത്ത് 1, 2, 3 നൂറ്റാണ്ടിലെ മുസ്ലിം ലോകത്ത് ഇങ്ങനെ ഒരു കരിഞ്ചന്ത കാണാൻ കഴിയുന്നില്ല. KM മൗലവി പച്ചയായി പറഞ്ഞു, ഖുതുബ മലയാളവൽക്കരിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ തന്റെ പുസ്തകത്തിന്റെ വരികളിൽ അദ്ദേഹം സമുദായത്തെ ഓർമ്മിപ്പിച്ചു. നമ്മൾ ഖുതുബ മലയാളത്തിലാക്കണമെന്ന് പറഞ്ഞാലും അങ്ങനെ പ്രാദേശിക ഭാഷയിലേക്ക് ഖുതുബ മാറ്റുന്ന പരിപാടി ലോകത്തെവിടെയും കടന്നു വന്നിട്ടില്ല. ആദ്യം ചെയ്തത് മുസ്തഫ കമാൽ പാഷ. പിന്നെ കേരളത്തിൽ അത് കൊണ്ടുവന്നത് KM മൗലവിയുടെ കാർമ്മികത്വത്തിൽ. സഹോദരന്മാരെ, എന്നിട്ടതിനവർ ദുർവ്യാഖ്യാനം നടത്തി. നമ്മൾ മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചു ഖുതുബ ആരാധനയാണെന്ന് സ്വഹാബത്ത് നമ്മെ പഠിപ്പിച്ചു. ഖുതുബ എന്ന അറബി പദത്തിന് കേവല പ്രസംഗമെന്ന വ്യാഖ്യാനം മാലിക് ദീനാർ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സ്വഹാബത്ത് എന്തു ചെയ്തത്? ആ 10 പള്ളിയിലും പ്രാദേശികവൽക്കരണത്തിൽ ഖുതുബ നടത്താതെ ഇസ്ലാമിന്റെ മുഖ്യധാരാ ഭാഷയിൽ, അറബി ഭാഷയിൽ ഖുതുബ നിർവഹിച്ചത്. കാരണം അത് നിസ്കാരം പോലെയുള്ള ആരാധനയാണ്. വുളുവെടുത്ത് ചെയ്യേണ്ടതാണ്, പ്രത്യേകമായ സമയത്ത് ചെയ്യേണ്ടതാണ്, പ്രത്യേകമായ നിബന്ധനകളോടെ ചെയ്യേണ്ടതാണ്.
അപ്പൊ വഹാബികള് പറഞ്ഞു ഖുതുബ എന്ന് പറഞ്ഞ പ്രസംഗം. നമ്മൾ പറഞ്ഞു അത് ആരാധനയല്ലേ, അങ്ങനെയല്ലേ സ്വഹാബത്ത് പഠിപ്പിച്ചത്. അതുകൊണ്ടല്ലേ അറേബ്യയിലെയും ഇന്ത്യയിലെയും ഭാഷദേശാപരമായ വൈജാത്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ഇവിടെ പ്രബോധനം നടത്തിയ പ്രവാചക ശിഷ്യന്മാർ ഖുത്ബയുടെ ഭാഷയിൽ അങ്ങനെ ഒരു വ്യത്യാസം നമ്മ പഠിപ്പിക്കാൻ. നമ്മ മാത്രമല്ല, ലോകത്തെവിടെയും ഒരു സ്വഹാബിയും അങ്ങനെ ഒരു പ്രാദേശിക വ്യത്യാസം പഠിപ്പിക്കാഞ്ഞത് അതുകൊണ്ടല്ലയോ. അപ്പോ നമ്മൾ പറഞ്ഞു അങ്ങനെ ആരാധനങ്ങൾ ആവശ്യത്തിനൊക്കെ നിങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിസ്കാരവും മാറ്റാലോ, ബാങ്കും മാറ്റാലോ. എന്തിനാ ഖുതുബമ്മ മാത്രം നിർത്തുന്നത്? അപ്പൊ നിങ്ങൾക്ക് ആയത്തിനൊരു പുതിയ വ്യാഖ്യാനം, ഇസ്ലാമിനൊരു പുതിയ വ്യാഖ്യാനം. ഫസ്റൂഹു ബിഗൈരി തഅ്വീലി സ്വഹാബാ. ഖുതുബ എന്ന അറബി വാക്കിന്റെ വ്യാകരണവും വ്യാഖ്യാനവും വിശദീകരണവും എന്ത് എന്ന് കേരളത്തിൽ 10 പള്ളി ഉണ്ടാക്കി ആ പള്ളിയുടെ മിമ്പറുകളിലൂടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പഠിപ്പിച്ചു തന്ന സ്വഹാബത്തിന്റെ വ്യാഖ്യാനങ്ങൾ പച്ചയായി തള്ളിക്കളഞ്ഞ് വഹാബി മൗലവിമാർ അക്കാലഘട്ടത്തിലെ കപടവിശ്വാസികളുടെ ശൈലി കടമെടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനം നിർവഹിക്കുകയാണ്. എന്താണ് ദുർവ്യാഖ്യാനം ചെയ്തത്? മുജാഹിദ് മൗലവിയോട് നമ്മൾ ചോദിച്ചു, എന്നാ പിന്നെ നിസ്കാരോട് മലയാളത്തിലാക്കിക്കൂടെ? കാരണം മേപ്പരല്ലാത്തോന്ന് തീപ്പൊരി പേടിക്കാനല്ലോ. അപ്പം മുജാഹിദ് മൗലവിന്റെ മറുപടി, നിസ്കാരത്തിൽ നമ്മൾ സംബോധനം ചെയ്യുന്നത് സർവസ്തുതിയും അള്ളാഹ്ക്കാണ്, പടച്ചോനെ നിന്നോടാണ് സഹായം തേടുന്നത് എന്ന് തുടങ്ങിയ ഈ ജാതി കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് അള്ളാനോടാണ്. അള്ള മലയാളിയല്ല, അതുകൊണ്ടാണ് നിസ്കാരം മലയാളത്തിലാക്കാത്തത്. മൗലവിന്റെ വകലിന്റെ വ്യാഖ്യാനാണ്. എന്തുകൊണ്ട് ഖുതുബ മലയാളത്തിലാക്കണം? ഖുതുബയിൽ നമ്മൾ സംബോധനം ചെയ്യുന്നത് മലയാളികളോടാണ്. അള്ളാഹു മലയാളിയല്ല, അള്ളാഹ്ക്ക് അറബി അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരാള് പച്ച മലയാളത്തിൽ ചെന്നിട്ട് സർവസ്തുതിയോ അള്ളാഹ്ക്കാന്ന് പറഞ്ഞാൽ പടച്ചോ ഇങ്ങനെ വഹാബിയാളെ ദൈവം പൊട്ടനായി ഇങ്ങനെ ഇരിക്കും. മുസ്ലിങ്ങളെ പടച്ചോനെ പറ്റി അല്ല പറയുന്നത്. മൗലവിന്റെ ദുർവ്യാഖ്യാനം നോക്കുങ്ങൾ. ജനങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് ഖുതുബ. അപ്പൊ ചില ചോദ്യം എന്താ, എന്നാ പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണ് നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നവന്റെ തഖ്വയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ്ക്ക് അറബി അറിയാം, അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുത്തുന്നത്. ഖുതുബയുടെ തഖ്വയും ഖുതുബയുടെ ഭക്തിയൊക്കെ മനസ്സിലാക്കേണ്ടത് അള്ളാഹ് മൗലവി. അത് മലയാളികൾ മനസ്സിലാക്കിയിട്ട് കാര്യമല്ല. ഖുതുബി അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. അതിലെത്ര തഖ്വയുണ്ട്, ഭക്തി ഉണ്ട് എന്ന് അറിയേണ്ടതും അള്ളാഹ്. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. ഫസ്റൂഹു ബിഗൈരി തഅ്വീലി സ്വഹാബാ. ഇങ്ങനെ ഒരു വ്യത്യാസമോ വ്യാഖ്യാനമോ സ്വഹാബത്ത് നമ്മെ പഠിപ്പിച്ചു തന്നില്ല. സഹോദരന്മാരെ, ഇത് കാപട്യം കടമെടുത്തുകൊണ്ട് കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത കൊണ്ടുവന്ന കക്ഷികളുടെ പ്രവർത്തനത്തിന്റെ സ്വഭാവങ്ങളാ. പിന്നെ വഹാബികൾ എന്തു ചെയ്തു? ഖുതുബ മലയാളത്തിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു. എന്താ? ഒരു മുജാഹിദ് മൗലവി പറയണത്, ഈ സുന്യാള കൂട്ടത്തിലാണ് കള്ളുകുടിയന്മാര് കൂടുതലുണ്ടാകുക, സുന്യാള കൂട്ടത്തിലാണ് വ്യഭിചാരം കൂടുതലുണ്ടാകുക, സുന്യാള കൂട്ടത്തിലാണ് പിടിച്ചുപറി കൂടുതലുണ്ടാകുക. എന്താ ഇതിന്റെ ഒക്കെ കാരണം? ഒരൊറ്റമൂലുണ്ട്, അത് നഷ്ടപ്പെട്ടതാണ്. ഏതാണ് ആ പച്ചമരുന്ന്? വെള്ളിയാഴ്ച ജുമുഅന്റെ മുമ്പ് മിമ്പറിന്റെ മുകളിൽ കയറി ഒരു 10 മിനിറ്റാണ് സംസാരിച്ചാലേ തിരിയുള്ളൂ എന്ന് പറയുന്ന ആ വാശിയുണ്ടല്ലോ, അതിന് നിലമ്പൂർക്കാര് ചിത്താന്തെന്നാ പറയുക. ആ ഒരാള് കള്ളുടി നിർത്തണമെങ്കിൽ ആ നേരത്തെ മിമ്പർമ്മ കയറി കുടിച്ചരുത് എന്ന് പറയണം. എന്നാ തന്നെ ഇവനത് മനസ്സിലാകുള്ളൂ എന്ന് പറഞ്ഞാല് ഓനെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് അവിടെയല്ല, കുതിരവട്ടത്താണ്. അല്ലേ? യഥാർത്ഥത്തിൽ എന്തോ വെച്ചാൽ കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി സുന്നികളാണ് കൂടുതൽ. മുസ്ലിങ്ങളിൽ നിന്നൊരു 10 നല്ല മനുഷ്യന്മാരെ പരിശോധിച്ചാൽ അതിൽ 9 സുന്നികളേക്കാരം. കാരണം ജനസംഖ്യ കൂടുതൽ സുന്നികളാണ്. ഒന്ന് വഹാബികൾ നല്ലത് എന്ന് പറഞ്ഞാൽ ചെത്തിമിനിക്ക നന്മയാണ്, ഈമാനികമായ നന്മയല്ല ഞാൻ പറഞ്ഞു. എന്നതുപോലെ
അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ജനസംഖ്യക്കനുസരിച്ച് എണ്ണം കൂടുതലുണ്ടാവും. മൗലവി പറയാണ് അതൊക്കെ ഈ വെള്ളിയാഴ്ച ഖുതുബ മലയാളത്തിലാക്കാത്തോണ്ടുള്ള പുകില. ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. യഥാർത്ഥത്തിൽ നോക്കുങ്ങൾ, ഈ ജാതി എല്ലാം നിർത്താൻ പറ്റിയ ഏറ്റവും നല്ല ടൈം ആ സ്വഹാബത്ത് വന്ന കാലത്താണ്. ഇസ്ലാമിൽ ഇത്തരം മെമ്പർമാരില്ല. ഒരു വെള്ളിയാഴ്ച ഖുതുബന് കിട്ടിയ എത്ര ആൾക്കാരെ ഇസ്ലാമിക്ക് കൊണ്ടുവരാ? ഇല്ലല്ലോ, ചെയ്തില്ല. എന്തേ? അങ്ങനെ ഖുതുബ എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിക്കേണ്ടിയല്ല, ഖുതുബ മനസ്സിലാകണം എന്ന് ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുതുബ മനസ്സിലാകുന്ന കോലത്തിലാണ് ഖുതുബ ഓതേണ്ടതെന്നൊക്കെ. അതിന്റെ അർത്ഥം എന്താണ്? ഖുതുബ മനസ്സിലാകാൻ പറ്റിയ കോലത്തിൽ നമ്മളും ആകണം. അല്ലാതെ ആക്കനുസരിച്ച് കോലം കെട്ടുകയെന്നല്ല. ഖുതുബ എന്ത് ചെയ്യണം? ഖുതുബയുടെ ഭാഷ പഠിക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഖുതുബ മനസ്സിലാവും. അപ്പൊ സഹോദരന്മാരെ നോക്കുങ്ങൾ, മുജാഹിദ് മൗലവിയുടെ ദുർവ്യാഖ്യാനം മറ്റൊന്ന്. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിലുള്ള സകലമായ തിന്മകളും നമ്മുടെ ആലോചിച്ചു, മുജാഹിദ് പ്രസ്ഥാനത്തിലെ യുവാക്കളെക്കാൾ കൂടുതൽ ഇന്ന് തിന്മകൾ നടക്കുന്നത് ഈ പുരോഹിതന്മാർ നയിക്കുന്ന ആളുകളിലാണ്. ഞാൻ വ്യക്തികളാക്കി എടുത്തില്ല, പത്രകൊള്ളങ്ങൾ പരിശോധിച്ച് നോക്കി. മുസ്ലിം സമുദായത്തിൽ വരുന്ന ഈ പിടിച്ചു പറിക്കാരും ഈ തരത്തിലുള്ള അക്രമികളൊക്കെ നിങ്ങൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിച്ച്, ഫാമിലി അന്വേഷിച്ച് പോയി നോക്കി. നല്ല ഏപ്പി തന്നെയാണോ അതേപോലെ ഏതെങ്കിലും തന്നെയാളെ ഞാൻ ഓരോ കുടുംബക്കാഴ്ച അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കാരണം ഉത്ബോധനം കിട്ടുന്നില്ല. സഹോദരങ്ങൾ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മദ്യപാനിയായ ഒരു മകൻ, ആ മകന് വീട്ടിലേക്ക് എന്നും കുടിച്ച് 4 കാലം പാഞ്ഞു വരണം. വാപ്പയാണെങ്കിൽ വളരെ നല്ല മാന്യനാണ്. വാപ്പ നല്ല വിദ്യാസമ്പന്നനാണ്. അയാൾ വാതിന്റെ അവിടെ കടഞ്ഞു നിർത്തിയിട്ടാണ് കരഞ്ഞു. വളരെ ആത്മാർത്ഥമായി കണ്ണിങ്ങനെ വെള്ളമൊഴിച്ചിട്ട് മൂപ്പര് ഇംഗ്ലീഷിൽ മദ്യപാനത്തിന്റെ ദൂഷ്യവും അതുകൊണ്ടുണ്ടായ അപകടങ്ങളും മൂപ്പർക്ക് ഓരോടുള്ള വെറുപ്പൊക്കെ മൂപ്പര് ഒരു 10-25 മിനിറ്റ് ഇംഗ്ലീഷിൽ അമാക്കി മോനെ കുറിച്ച് കുത്താൻ അതിനുള്ളിൽ. പിറ്റേന്ന് രാവിലെ വലിയൊരു കുപ്പി തൊക്കടിച്ചിട്ട് പിന്നെ വന്നു. അപ്പൊ എന്താ? ബാപ്പ തലേന്ന് പറഞ്ഞു കൊടുത്ത ഉപദേശം ആർക്കും മനസ്സിലായില്ല, മകന് മനസ്സിലായില്ല. ഈ ഉദാഹരണം എവിടെയാ ഫിറ്റാകുക? ഒരാളോട് മതപരമായി ഒരു ഉപദേശം നിർവഹിക്കുമ്പോ അറബിയിലെ എവിടെ ഉപദേശിക്കാവൂ എന്ന് പറഞ്ഞ വാദത്തിനല്ലേ ഇത് മറുപടിയാവുള്ളൂ. അല്ലാതെ വെള്ളിയാഴ്ച ഖുതുബ മലയാളത്തിലാക്കരുത്, വേറുള്ള ടൈമിലൊക്കെ ഉപദേശം എത്തിരി നടത്തിക്കൂടെ? മണിക്കൂറുകൾ വേറെറിയണേ നമ്മക്കെന്താ ഒരു മിമ്പറമെന്ന് 10 മിനിറ്റ് പറയാം. പ്രത്യേകിച്ച് സാധുവായ ഞാനൊക്കെ ഖുതുബ ഓതുന്നത് എടവണ്ണ എന്ന് പറഞ്ഞ വഹാബി തറവാടിന്റെ നടുത്തളത്തിൽ ഉസ്താദ് എടുത്ത പള്ളിയിലാണ്. അവിടേക്ക് നമുക്ക് മിമ്പറമെന്ന് 1/2 മണിക്കൂർ കിട്ടിയ വഹാബികളെ അങ്ങനെ പാറ് ചേറാക്കി കൈ കൊടുത്തൂടെ? എന്തേ സഹോദരന്മാരെ, അങ്ങനൊരു വാദം നമുക്കില്ലല്ലോ. എന്താ കാരണം? ഖുതുബയല്ലാത്ത കള്ളുടി ഹറാമാണ് മുസ്ലിം ചെറുപ്പക്കാരനെ പഠിപ്പിക്കാൻ വേറെ ഒരുപാട് ടൈമുണ്ട്. എന്നിട്ട് വഹാബിയാള് ജനങ്ങളെ വണ്ടി കയറ്റി. എങ്ങനെയാ വണ്ടി കയറ്റിയത്? മൗലവിമാര് നാട് നീളെ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചിട്ട് പറഞ്ഞത്? ഈ രാജ്യത്ത് ജമാഅത്തിന്റെയും തബ്ലീഗിന്റെയും സുന്നിന്റെയും ഒക്കെ മിമ്പറുകൾ മുജാഹിദിനാണ് വിട്ടുതരി. അങ്ങനെ വിട്ടു തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്തു തരാ? ആ 10 കൊല്ലം കൊണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണം അവിടെ നടപ്പാക്കി തരാ. ഇത്ര വലിയ സാധുക്കൾ ദുനിയാവിൽ വേറുണ്ടോ? മൗലവിന്റെ ഡയലോഗ് നോക്കുക. ഇവിടെ കേരളത്തിൽ നമുക്ക് പറയാനുള്ള എന്തറിയോ? കേരളത്തിലെ എല്ലാ മിമ്പറും വെള്ളിയാഴ്ച മുജാഹിദുകൾക്ക് വിട്ടുതരിക. ഒന്നുകൂടെ പറയാം, കേരളത്തിലെ എല്ലാ മിമ്പറും തബ്ലീഗ് ജമാഅത്തിന്റെ, സുന്നിയുടെ, ജമാഅത്തെ ഇസ്ലാമിന്റെ എല്ലാവരുടെയും മിമ്പർ വെള്ളിയാഴ്ച മാത്രം മുജാഹിദ് പണ്ഡിതന്മാർക്ക് കുത്തുപടത്താൻ തരിക. 10 കൊല്ലം കൊണ്ട് കേരളത്തെ നമ്മൾ ഇസ്ലാമിക രാജ്യമാക്കി. 10 കൊല്ലം കൊണ്ട് നിങ്ങൾ ആ മഹല്ല് കണ്ണൂട്ടി കൈ തരും. വേറെ ഒന്നും അവിടെ സംഭവിക്കൂല. സഹോദരങ്ങളെ, ഇത് കുറച്ചു കാലം മുമ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ മുജാഹിദുകൾ വിശ്വസിക്കേണ്ടതില്ലായിരുന്നു. വഹാബീസം 1 നൂറ്റാണ്ട് തികച്ചു എന്നാണ് അവകാശവാദം പറയുന്നത്. അത് വേറൊരു പൊള്ളത്തരാ. വഹാബീസത്തിന് 1 നൂറ്റാണ്ടായി, വഹാബി നവോത്ഥാനത്തിന് 1 നൂറ്റാണ്ടായി എന്നാണ് ഇപ്പൊ ചോരും എഴുതി വെക്കുന്നത്. വഹാബീസത്തിൽ ഏതിനാണ് 100 കൊല്ലം കഴിഞ്ഞതെന്ന് ചോദിച്ചിട്ട് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. വഹാബീസത്തിലെ ഒരു മതവിധിക്ക് മാക്സിമം ഒരു മൗലവിന്റെ പ്രായം ഉണ്ടാവുള്ളൂ. ആ മൗലവി മരിക്കുന്നതോടുകൂടെ വേറൊരു മസലയെ പിന്നെ വരിക. സക്കരിയ സുലൈനെ പോലത്തെ മൗലവിമാരാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച ഖുതുബന്റെ ആയുസേ ഉണ്ടാവുള്ളൂ. നമ്മളെ പാറ്റ പൊടിയണ മാതിരി. തൊട്ടടുത്ത വെള്ളിയാഴ്ച വന്നാ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതൊക്കെ പുറത്തേക്കാണ്. പുതിയ ദീന പിറ്റത്തെ വെള്ളിയാഴ്ച ഉണ്ടാകും. ഈ ജാതി വയസ്സന്മാരെ തൊള്ളിന്ന് പല്ല് മാറ്റി വെക്കണ മാതിരി അള്ളാന്റെ ദീന് മുഴുവനും മാറ്റി. മുമ്പ് ഒരു ഹജ്ജിന് പോയ ആചാര്യ കൊട പറയലുണ്ട്. അറബിയിൽ ഹജ്ജിന് പോയ ആചാര്യ അന്നൊരു കൊടയും വാങ്ങി വന്നു.
കൊല്ലം കുറെ കഴിഞ്ഞു. അങ്ങനെ കൊല്ലം കുറെ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, അതിന്റെ കമ്പിക്ക് ചെറിയ പൊട്ടലൊക്കെ വന്നപ്പോ ആ കമ്പിയാണ് മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോ എവിടെയോ കൊളത്തി അതിന്റെ ശീല കീറി, ശീലയും മാറ്റി. പിന്നെ അതിന്റെ പിടിക്കെന്തോ തകരാറ് വന്നവോ പിടിയും മാറ്റി. ഇങ്ങനെ അവസാനം എല്ലാം അതിമൊന്ന് മാറ്റിക്കുന്നു. പക്ഷെ ആചാര്യ ഇപ്പോഴും പറയും, ഇത് അറബിയിൽ ഞാൻ അജിനോയപ്പോ കൊണ്ടുവന്ന കൊടയാണ്. ആ അറബിയിൽ കൊണ്ടുവന്ന കൊടമ്പുണ്ടായ ഒന്നും പൈമല്ല എന്നതുപോലെ 100 കൊല്ലം മുമ്പ് വഹാബിയാള് തുടങ്ങി ആ നവോത്ഥാനം തന്നെ ഏടാകൂടുണ്ടല്ലോ, അയിമ അന്ന് തുടങ്ങിയപ്പോ ഉണ്ടായി ഒന്നും ഉപ്പല്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ വഹാബികൾ ഖുതുബ മലയാളത്തിലാക്കാൻ മുസ്ലിം സമുദായത്തിന്റെ മിമ്പറുകൾ ഞങ്ങളെ കയ്യിൽ തരൂ. സ്വഹാബത്ത് പോയത്തക്കാരായി, സ്വഹാബത്ത് വിവരമില്ലാത്തവരായി നാം മൗലവിമാരുടെ വാദമല്ലേ. അന്ന് സ്വഹാബത്ത് ആ 10 പള്ളിയിൽ മിമ്പർമലൊക്കെ മലയാളത്തിൽ ഖുതുബ ഓതിയണമെങ്കിൽ കേരളം മൊത്തം ഇസ്ലാമിക രാജ്യമാവില്ലേ? ആ ഒരു നല്ല ചാൻസ് സ്വഹാബത്ത് നഷ്ടപ്പെടുത്തിയതാണോ? സ്വഹാബത്തിന് തിരിയാത്ത വ്യാഖ്യാനങ്ങളും ബുദ്ധിയും മൗലവിക്കുണ്ടാകുന്നത് കണ്ടോ? പക്ഷേ അത് പമ്പര വിഡ്ഢിത്തമാണ് എന്ന് നമ്മൾ പറയല്ല. വഹാബി നവോത്ഥാനത്തിൽ അവർ ഇസ്ലാമിക മഹല്ലുകളെ ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടി സ്വഹാബികൾക്കെതിരെ ദുർവ്യാഖ്യാനം കൊണ്ടുവന്ന് നടപ്പിലാക്കിയ മലയാള ഖുതുബ അമ്പേ പരാജയമായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അത്തരം മലയാള ഖുതുബക്ക് വേണ്ടി കേരളത്തിന്റെ കവലകളിൽ നാക്കിട്ടടിച്ച സാക്ഷാൽ സക്കരിയ സ്വലാഹി. അയാൾ പറയുന്നുണ്ട്, അങ്ങനെ മിമ്പറ വിട്ടുകൊടുത്ത കുറെ രാജ്യമുണ്ട്. അതിൽപ്പെട്ടൊരു രാജ്യമാണ് എടവണ്ണ. നമുക്കറിയാം എടവണ്ണ മാലിൽ ഇപ്പൊ എത്ര കള്ളൂടി നിർത്തിയോലുള്ളത് എന്നുള്ളത് ഇല്ല. അതിന് ഈ ഖുതുബ ആരെങ്കിലും കേൾക്കണ്ടേ? അങ്ങനെ മൗലവി പറയണം, അന്ന് മിമ്പറിന് വിട്ടുതേരി ഞങ്ങൾ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞത് കേട്ട് കുറെ പോയത്തക്കാരും മുസ്ലിം പള്ളിയുടെ മിമ്പറ വിട്ടുകൊടുത്തതിന്റെ വയലിച്ച സക്കരിയ സ്വലാഹി വെട്ടി തുറന്നു പറയാം. ജുമഅന്റെ കാര്യം, ജുമഅക്ക് എപ്പോഴാ വരിക? ഒട്ടകത്ത് അറുത്തുകൊടുത്ത കൂലി, പശുവിന് അറുത്തുകൊടുത്ത കൂലി ഒക്കെ പറയും. പക്ഷേ പിന്നെ ഇമാമ് ഖുതുബക്ക് കയറുമ്പോ വയസ്സന്നായിന്റെ തൊള്ളിലേക്ക് നോക്കിയ മാതിരി അവിടെ ഇവിടെയോ 4 ആളുണ്ടാവും. സക്കരിയാന്റെ ഉദാഹരണം പിന്നെ ഫിറ്റാകണിയിൽ ഒരു കുറവുണ്ടാവില്ല. നല്ല മറ്റുള്ള ഉദാഹരണം പറയാം. ആ മൂലക്ക് ഒരാൾ ഇവിടെ, ഒരാള് 2 ആള് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വരും വലിയ മുജാഹിദീങ്ങള്. ഖുതുബ പകുതിയായി. ആരാണ് വലിയ മുജാഹിദ്? ഈ വലിയ മുജാഹിദ് പറഞ്ഞാൽ നീളം കൂടിയ മുജാഹിദ് എന്നല്ല. അള്ളാന്റെ ദീനിൽ മലയാള ഖുതുബ കൊണ്ടുവരണമെന്ന് മൗലവിക്ക് നാക്കിട്ടടിക്കാൻ തെരുവിൽ സ്റ്റേജ് കെട്ടിക്കൊടുക്കുകയും വിയർക്കുകയും ചെയ്യുന്ന മുജാഹിദ് പ്രവർത്തകനാണ് ഈ വലിയ മുജാഹിദ്. ആ വലിയ മുജാഹിദ് ഖുതുബ കേൾക്കാൻ എപ്പോഴാ വരലറിയോ? വീഡിയോ കോളിയുമ്പോ ദിനേശ് വീഡിയോ വലിച്ചിങ്ങനെ കുത്തിർക്കും. മൗലവിന്റെ വെട്ടത്തിന് കയ്യട്ട് എന്നിട്ട് പോകാം. തീരാ 2ാം ഖുതുബയായി ഇങ്ങനെ തീരാറാവുമ്പോ ഇങ്ങനെ കയറി വരും. ആര്? വലിയ മുജാഹിദീങ്ങൾ. മൗലവിക്ക് ഖുതുബ മലയാളത്തിലാക്കണമെന്ന് പഠിപ്പിക്കാൻ സ്റ്റേജ് കെട്ടിക്കൊടുക്കണ മുജാഹിദീങ്ങൾ എപ്പോഴാ വരിക? ഖുതുബ കഴിഞ്ഞിട്ട്. പിന്നെ ഈ ദേശനായിന്റെ തൊള്ളി കോക്കിയ മാതിരി അവിടെ ഇവിടെയും പോയി കുത്തിരിക്കണത് ആരാരങ്ങള്? അത് ഈ ഒളിയത്തിറച്ചി 1 കിലോ ഏറെ കിട്ടാനും മകളെ കെട്ടിച്ചാൻ 10 രൂപ കിട്ടാനും മുജാഹിദായി മൗലവിന്റെ മുന്നിൽ കണ്ണും മോറും നന്നാക്കാൻ നടക്കണ പോയത്തക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മൗലവിന്റെ മുന്നിൽ ഉഷാറായി കിട്ടണമെങ്കിൽ അവല് സബ് തന്നെ പോയി കുത്തിരിക്കണല്ലോ. അങ്ങനെ പോയി കുത്തുന്നതാണ് ആ മറ്റീന്റെ തൊള്ളി കോക്കിയ മാതിരി ആയത്. എന്താ അതുകൊണ്ട് കാര്യം? വന്നാൽ തന്നെ എന്താ സ്ഥിതി? ഇരുന്ന് ഉറങ്ങാനായിട്ട് നീയത്താക്കിയിട്ടില്ല, ഇങ്ങനെ എത്തിയിരിക്കും. ആ പള്ളിന്റെ ഉള്ളിൽ ഒരു ഹലാക്കാല് ഈ ജാതി 10 ആള് 2500 ആമ്പിളിയിലാണ് കൂർക്കം വലിച്ചാല് ആ പള്ളിന്റെ ഉള്ളിലെ സ്വകമൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. പറയാൻ പാടില്ല. പറഞ്ഞ ഓ ഞാൻ ഇവിടുത്തെ വലിയ ആളല്ലേ, എന്നെ മൗലവി കുത്തുബിയിൽ ഉണർത്തി എങ്ങനെ മനസ്സിലായിരിക്കും? എന്റെ മുമ്പിൽ ഇറങ്ങി ഏത് മൗലവിയായാലും വല്ല ആചാരായാലും വേണ്ട ഞാൻ ഈ ജാതി കോലം പാർമച്ചേറിന്റെ ഒച്ച ആർക്കാ അയാളെ മുന്നിൽ നിന്ന് ഉറക്ക് വരിക? അത് കുത്തുബനെ അവഹേളിക്കണല്ലേ? മിമ്പറിന് കയറിയവൻ ആരാകട്ടെ ജുമഅക്ക് നേരത്തെ വരൂല്ല, വന്നാ ഉറങ്ങും ചെയ്യാ. എന്താ പിന്നെ അവസ്ഥ? നമ്മൾ ആളുകൾ ഖുതുബന്റെ ഒരുപാട് ജുമഅക്ക് ഒരുപാട് പുണ്യുണ്ട്. ഒരാഴ്ചത്തെ പാപം പൊറുക്കുന്നുണ്ട്. വെറുതെ ഇവിടെ വന്ന് തൂങ്ങി ഇറങ്ങി ചാരിക്കുത്തിരുന്നാലൊന്നും ഒരാഴ്ചത്തെ പാപം പൊറുക്കൂല. നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾ പൈസ കൊടുത്തുങ്ങാണ്ട് പോയി കണ്ണ് ചിമ്പാതെ ഇരുന്നാലും നിങ്ങളെ പാപം കൂടല്ലാതെ കുറയില്ല. കാരണം അത് വഹാബി പള്ളിയാണ്. അതിന് ചില ആദാബുകളുണ്ട്, അങ്ങനെ വരട്ടെ, കൂത്തുകളുണ്ട്. അതെ, അത് പാലിച്ചു വരണം. ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗമല്ല, അതിന് കുറച്ച് അദബുണ്ട്, അതിന് കുറച്ച് ഷർത്തുണ്ട്. ആ ഷർത്താണ്
അറബി ആകുക എന്ന് പറഞ്ഞത്. ഇപ്പൊ കുടിച്ചതാ കള്ളുകാരനില്ല പണ്ട് ജർമ്മൻ. ഇതുപോലെയാണ് ഇപ്പൊ മൗലവിന്റെ കുംഭസാരം. അതിന് കുറച്ച് അതവുണ്ട്, അതിന് കുറച്ച് ഷർത്തുണ്ട്. അല്ലാതെ കവലപ്രസംഗം നടത്തുന്ന മാതിരി തീയൻ തെങ്ങമ്മ കയറുന്ന മാതിരി മിമ്പറമ പാഞ്ഞു കയറിയിട്ട് നടത്താനുള്ള കാളപൂട്ടല്ല ഖുതുബ. പല മഹല്ലുകളിൽ ഈ സ്ഥിതി എന്താണെന്നറിയോ? ഓൽക്ക് ഖുതുബ എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ്. അതായത് പണ്ട് നമ്മുടെ മിമ്പറമ്മൽ നമ്മൾ നബാത്തിയ ഖുതുബ ഓതിയപ്പോൾ ആ ഖുതുബക്കെതിരെ വഹാബികൾ തെരുവിൽ പറഞ്ഞു വെച്ച എന്തൊക്കെ ചാബല്യങ്ങളുണ്ടോ അതെല്ലാം മലയാള ഖുതുബക്ക് ഏറ്റു പറയാണ് മുജാഹിദ് മൗലവി. അതൊന്ന് നടത്തി കിട്ടിയ ഏതെങ്കിലും എൻട്രൻസ് തോറ്റോനോ പ്രിലി തോറ്റോനോ എവിടെയെങ്കിലും തട്ടിമുട്ടിയ ഖത്തീബ് നമുക്കൊരു 100 റുപ്യ കൊക്കണ ഒരാളെ കിട്ടണമെന്നാ പറയാ. അവർക്കിത് നടന്നു പോയാൽ മതി. എങ്ങനെയെങ്കിലും ഒരു നല്ല ഖത്തീബ് വേണം, നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിക്കണം എന്നൊന്നുമില്ല. നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിച്ച് നാട്ടുകാരെ തൊട്ട് പ്രസംഗിച്ചോ അയാൾ അവിടുന്ന് ഔട്ടാവും വേഗം. നേരെ മറിച്ച് ആളുകളെ ചിരിപ്പിക്കുന്ന പ്രസംഗമാണെങ്കിലോ അടിച്ചുകൂടും എല്ലാ മുജാഹിദീകളും ഇരുന്നിട്ട് ഇങ്ങനെ കുലുങ്ങി ചെയ്യും. കാരണം ഒന്നും ഓലെ പറ്റിയൊന്നുമില്ല, ഒക്കെ നാട്ടുകാരെ പറ്റിയാണ്. അല്ലെങ്കിലും വഹാബിയാള് മൈക്കന്റെ മുന്നിൽ നിന്നാ നാട്ടുകാരെ പറ്റിയല്ലേ പറയലുള്ളൂ, അവനാനെ പറ്റി പറയലുണ്ടോ? ഇവിടെ ഇപ്പൊ ഒരു മുജാഹിദ് മൗലവി വന്നിട്ട് എന്തേ പറയുന്നത്? നാട്ടുകാർ മുഴുവൻ ജാതിന്റെ പുറത്താന്നേ പറയുള്ളൂ, അവനാൻ എവിടെയാന്ന് പറയില്ല. സ്വന്തം ജീവിതത്തെ സ്പർശിക്കുന്ന രൂപത്തിൽ ഒരാൾ ഖുതുബ നടത്താൻ തുടങ്ങിയാൽ ഓൻ അവിടുന്ന് വേഗം ഔട്ടാവും. അത് ഹറാമാണ്, ഇത് തെറ്റാണ്, മറ്റത് പാടില്ലാത്തതാണ്. ഞാൻ കുറച്ച് തീവ്രവാദിയാണ്, ഇയാളെ ശരിയാവില്ല, കുസുകുസുണ്ട്. അയാൾക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ നോക്കും. അയാൾ അഞ്ചനെങ്ങനെ, അയാളെ പെങ്ങളെങ്ങനെ, അയാളെ മോനെങ്ങനെ, അയാളെ മോന്റെ തുണിയുണ്ടോ? എന്താ പ്രശ്നം? ഇയാള് നാട്ടിൽ കുത്തു പറഞ്ഞു എന്നുള്ളതാണ്. കുത്തുബ പറഞ്ഞവന്റെ പെങ്ങൾക്കോ കുത്തു പറഞ്ഞവന്റെ മോനോ അന്യനോ ഒന്നും ഒരു കുറ്റം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ എടുത്ത് ഇവര് കുത്തിപ്പൊന്തിക്കും. എന്തിന്? ഇവിടെ കുത്തു പറഞ്ഞില്ല. വേറൊരു ആരാപ്പത് മുജാഹിദീങ്ങള് ആണ്, നാട്ടുകാരെ പറ്റിയല്ല, ഓലെന്നെ മുജാഹിദീങ്ങളെ കാര്യം പറയുന്നത്, നാട്ടുകാരെ കാര്യമല്ല. അപ്പൊ നോക്ക് നിങ്ങൾ. എന്നിട്ട് എല്ലാവർക്കും പത്തിനെ പരലോകം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാ, ഇങ്ങനെ പറയാ, ഇടയ്ക്കിടയ്ക്ക് കരിപ്പിച്ച, ഇടയ്ക്കിടയ്ക്ക് ചിരിപ്പിക്കുക. നാട്ടിൽ നടക്കുന്ന തെറ്റുകൾ, വൃത്തികേടുകൾ, മുജാഹിദ് മഹല്ലുകളിലെ ജീർണതകൾ പറയാൻ തുടങ്ങിയ അവനോട് ഖുതുബല്ല. പല പഴയ മുജാഹിദ് മഹല്ലിലെ സ്ഥിതി എന്താന്ന് നിങ്ങൾ. അതായത് ഇസ്ലാമിക ഭരണം ഉണ്ടാക്കാൻ വേണ്ടി മിമ്പറ വിട്ടുകൊടുത്ത പോയത്തക്കാർക്ക് പറ്റിയ അബദ്ധാണ് സക്കരിയ പറയുന്നത്. മടവൂരിയും ജമായത്തും സുന്നിയും ഒക്കെ പാടല്ലേ. അത് ഏത് സുന്നിയാന്ന് നമ്മക്കറിയില്ല. നമ്മളിപ്പോഴും തിരുകേശം മുത്തി കുടിച്ചുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അത് ഏത് പെട്ടതാന്ന് നമ്മളറിയാം. നമ്മളെ വർത്താനം നമ്മൾ പറയാം, നമ്മളതിൽ പെട്ടിട്ടില്ല. ആ ഐക്യം പറയുന്ന മാതിരി ഒരു പ്രശ്നം അവിടെ നടക്കൂല. എനിക്ക് കോഴിക്കോട് ജില്ലയുടെ ജില്ലന്റെ അങ്ങേ ഭാഗം നാദാപുരം, കല്ലാച്ചി, വാണിമേല് അങ്ങനെയൊക്കെ കുറെ സ്ഥലമുണ്ട്, ചീക്കോന്ന്. ആ ഭാഗത്തൊക്കെ ഞാൻ പറയില്ല, ചില മഹല്ലുകളൊക്കെ സ്ഥിതി അതാ. അവിടെ ഐക്യം തകരാൻ പാടില്ല. 25 കൊല്ലായി മുജാഹിദ് പള്ളിയിലുണ്ടോ? എന്താ മുജാഹിദ് പ്രസ്ഥാനം എന്നറിയില്ല. 35 കൊല്ലായി അങ്ങാടിയിൽ ഖുതുബ മലയാളത്തിലാക്കണമെന്ന് പ്രസംഗിച്ച മൗലവിക്ക് അറിയോ ഈ മുജാഹിദ് കാരണ സാധനം എന്താന്നുള്ളത്? ആ നാട്ടിൽ നടക്കുന്ന ഒരു തെറ്റിനെയും വിമർശിച്ചൊരു ഖുതുബ അവിടെ പറ്റൂല, ഒരു പ്രസംഗം അവിടെ പറ്റൂല, ഒരു ക്ലാസ് അവിടെ പറ്റും. അപ്പോൾ എല്ലാവരും, എല്ലാ ശൈത്താന്മാരും ഒന്നാവും. ജമാഅത്തും സുന്നിയും മടവൂരിയും ലീഗും ഒക്കെ പറയും. നമ്മളൊക്കെ ലീഗല്ലേ, ചിലർത്തതാണ്. നമ്മളൊക്കെ കോൺഗ്രസ് അല്ലേ. അപ്പൊ ലീഗും കോൺഗ്രസിനും MESലും MSലും ഒക്കെ ഒന്നേക്കാരം. അപ്പൊ പിന്നെ പലർക്കും പറ്റാത്തത് പറഞ്ഞാൽ പോലെ ഒന്നാവും, എല്ലാ ശൈത്താന്മാരും ഒന്നാവും. എന്നിട്ട് ഖുതുബക്ക് അതേ അതിന്റെ ഉള്ളിൽ, ആ പള്ളിന്റെ ഉള്ളിൽ ആകെ ഉള്ളത് ഈ ശൈത്താനാണ്. അങ്ങനെയാണ് ഇപ്പൊ വഹാബിക്ക് ഖുർആനിലും തൊട്ടാ ശൈത്താനായി. അങ്ങനെ ഒരു ചടങ്ങ് ഇങ്ങനെ നടന്നു പോയാൽ മതി വെള്ളിയാഴ്ച ഖുതുബ. ഇതിലൊന്നല്ല നമുക്ക് നബാത്തി ഖുതുബ അല്ലേ കൂട്ടരെ? വരട്ടെ, നല്ലത് നബാത്തിയേനും, പക്ഷെ ഓതാൻ തൗഫീക്ക് വേണ്ടേ? സഹോദരങ്ങളെ നോക്കൂ നിങ്ങളാ, വഹാബികൾ വഹാബിസം തുടങ്ങിയിട്ട് 100 കൊല്ലം തികയുന്നുണ്ടെങ്കിലും മലയാള ഖുതുബ തുടങ്ങിയിട്ട് 100 കൊല്ലമായിട്ടില്ല. അപ്പോഴേക്കും മനുഷ്യനിർമ്മിതമായ വഹാബി വ്യാഖ്യാനം പരാജയമാണെന്നവർ സമ്മതിക്കുകയാണ്. ഇപ്പണ്ടായ പൊല്ലാപ്പതല്ല. സുന്നികള് 2, 3 ഒക്കെ അയക്കണ്. നമ്മള് തല്ലണ്ടോടത്ത് പറയും, മുണ്ടണ്ടോടത്ത് മുണ്ടും, മുണ്ടാതക്കണ്ടോടത്ത് മുണ്ടാതക്കും. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതേ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മിമ്പർമെന്നൊരു പുലിവാലി നമുക്ക് ഉണ്ടായിട്ടില്ല. എങ്ങനെയായാലും വെള്ളിയാഴ്ചത്തെ ഖുതുബ തല്ലും കൂടി ഇല്ലാതെ കഴിച്ചിലായിക്കണ്. ഖുതുബ കഴിഞ്ഞിട്ടും ജുമ കഴിഞ്ഞിട്ട് തച്ചാലും മിമ്പർമെന്ന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ വഹാബി പള്ളിയിൽ എന്താ അവസ്ഥാരങ്ങള്? പ്രശ്നം ഉണ്ടായിട്ട് മദ്യം പറയല് എന്തറിയോ? ഖുതുബഞ്ഞ് മലയാളത്തിലാക്കണ്ട. കാരണം എന്താ? ഗ്രൂപ്പ് മുഴുവൻ അടിച്ച് കലക്കി തുടച്ച് വിടുകയാണ് മിമ്പർമെന്ന്.
അപ്പം മടവൂര് മുജാഹിദിനെതിരിൽ മിമ്പറും വന്ന് മറ്റേ മുജാഹിദിന്റെ ഖുതുബ. അവസാനം പോലീസ് എത്തി മദ്യം പറഞ്ഞ് അവസാനം എന്താ പോലീസുകാരെ ഏത് ജാതിയാണെന്നറിയില്ല, ഏത് ജാതിക്കും അറിയാലോ ഇതാണ് ഈ പിത്തന ഉണ്ടാക്കിയത്. അപ്പൊ അവസാനം പോലീസുകാരൊക്കെ പാടെ പറഞ്ഞ് ഇനിങ്ങൾ മലയാളത്തിൽ ആ നായാട്ട് നിർത്തിക്കളി, അറബിയിലാണ് ഓതിക്കളി, എന്നാ പിന്നെ ആ സ്വന്തമില്ലല്ലോ, തല്ല ഞങ്ങൾ റോട്ടുമുക്ക് പോയിക്കോളിയാണ്. അങ്ങനെ അവസാനം മലയാള ഖുതുബ മാറ്റിയിട്ട് തല്ല് തീരാൻ വേണ്ടി അറബി ഖുതുബാക്കി. സമുദായത്തെ തല്ലിക്കാൻ വേണ്ടി മലയാള ഖുതുബ കൊണ്ടുവന്നവർക്ക് പിന്നെ ആ മലയാള ഖുതുബ കൊണ്ട് പൊതിരെ കിട്ടിയപ്പോ അറബിയിലേക്ക് മടങ്ങുന്ന കഥ ലത്തീഫ് പെരുമ്പിലാക്കൽ പറഞ്ഞു എന്ന് മാത്രമല്ല, അയാളെന്നെ പറയുന്നത് ആ ഖത്തീബ് ഞാനാണ്. 3 ആഴ്ച മുമ്പ് കാസർഗോഡ് നഗരത്തിലെ സലഫി മസ്ജിദ് പൂട്ടാൻ വേണ്ടി അവർ പരിശ്രമിച്ചപ്പോൾ അവിടെ നടന്നിരിക്കുന്ന ചില ശ്രമങ്ങളുടെ ഭാഗമായി ഒരു അറബി ഖുതുബയെ കുറിച്ച് ഇപ്പോൾ അവർ ആക്ഷേപിക്കുന്നുണ്ട്. എന്താണ് അവസ്ഥ? ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ? പത്രങ്ങളൊക്കെ അത് വന്നിരുന്നു. മുജാഹിദ് പള്ളിയിൽ അറബി ഖുതുബ നടത്തിയുന്നുണ്ട്. ആ ഖുതുബ നിർവഹിച്ചു എന്ന് പറയപ്പെടുന്ന ആൾ ഞാനാണ്, പ്രതിയൂപര. എന്തേപ്പത് തല്ല് തീരാൻ വേണ്ടി അറബിയിലേക്ക് മടങ്ങി. വേറെ ചില സന്ദർഭത്തിൽ അറബികളെ വിദേശത്തുനിന്ന് കൊണ്ടുവരും. അറബിയാക്കുണ്ടോ അങ്ങനെ ഒരു പ്രാദേശിക കച്ചവടം അറിയുന്നു. മാർക്കറ്റിലെ വില മിമ്പർമെന്ന് പറയുന്ന ഏർപ്പാട് അറബിയാക്ക് പരിചയമല്ലല്ലോ. അറബികളെ കൊണ്ടുവരുന്നത് 10 ഉറുപ്യ കിട്ടാനാണ്. അങ്ങനെ വഹാബി പള്ളിയിൽ അറബി വന്നപ്പോ മൗലൈമാർക്ക് ഈ അറബിയിലെ ഖുതുബ അറിയില്ലല്ലോ. അപ്പൊ അവസാനം അറബിനെ കൊണ്ട് തന്നെയാണ് ഖുതുബ ബോധിപ്പിച്ചു. എവിടെ? മിമ്പറമ്മ. ഇത് ഒരു പത്ര റിപ്പോർട്ടാണ്, ഒരു പത്ര റിപ്പോർട്ട്. മുജാഹിദ് പള്ളിയിൽ അറബി ഖുതുബ. ഇത് നടന്നത് എന്റെ തൊട്ടടുത്ത പ്രദേശത്താണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. തിരൂരങ്ങാടി മുജാഹിദ് പള്ളിയിൽ ജുമുഅക്ക് അറബി ഖുതുബ നിർവഹിച്ചത് അണികളെ ആശയക്കുഴപ്പത്തിലാക്കി. പെരുവള്ളൂർ സലഫി മസ്ജിദിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അറബിയിലുള്ള ഖുതുബ നടന്നത്. ഗൾഫിൽ നിന്നെത്തിയ ഒരു മൗലവിയാണ് അറബിയിൽ ഖുതുബ നടത്തിയത്. നിസ്കാരശേഷം KNM ഔദ്യോഗിക വിഭാഗം മണ്ഡലം സെക്രട്ടറി കെ കുഞ്ഞാലൻകുട്ടി മദനി ഖുതുബയുടെ മലയാളത്തിലുള്ള വിവർത്തനവും നടത്തി. എറണാകുളം സമ്മേളനത്തിൽ വന്നിരിക്കുന്ന ഒരു അറബിയിൽ നിന്ന് കുറച്ചുകൂടി പണം ലഭിക്കാൻ വേണ്ടി അദ്ദേഹത്തെ മുജാഹിദ് പള്ളിയിൽ കൊണ്ടുവരികയും അദ്ദേഹത്തെ കൊണ്ട് അറബിയിലെ ഖുതുബ നിർവഹിപ്പിക്കുകയും ഖുതുബയും നമസ്കാരവും കഴിഞ്ഞ ശേഷം ഔദ്യോഗികമായിരിക്കുന്ന നേതാവ് തന്നെ എഴുന്നേറ്റ് അതിന്റെ ട്രാൻസ്ലേഷൻ നിർവഹിക്കുകയും ചെയ്തു. നാട്ടിലുള്ള കാന്തപുരം സുന്നികൾ ഇറങ്ങി പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ഞമ്മക്ക് അത് പറയുന്ന പണിയാണല്ലോ, അല്ലാതെ മൂല്യന്മാരെ ഈവത്തെറിയുന്ന പണിയല്ലല്ലോ. നമ്മൾ എന്ത് ചോദിച്ചു? വഹാബികളെ ഈ കരിഞ്ചന്തനെ പറ്റി ചോദിച്ചു. എന്താ നിങ്ങളും ഞമ്മളും തമ്മിലുള്ള വ്യത്യാസം? വഹാബികളെ നിങ്ങളെ വഹാബിസത്തിന്റെ നൂറ്റാണ്ടേ നാട്ടുകാരോട് ഉറക്കെ പറയണ്ട. എന്താ അവര് പറഞ്ഞത്? അറബിയിലാണ് ഖുതുബ വേണ്ടത്, ആളുകൾക്ക് തിരിയണമെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് മലയാളത്തിൽ പറഞ്ഞുതരാം. ഇത് ഇത് നടന്നത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം എറണാകുളം സമ്മേളനത്തിൽ വന്നിരിക്കുന്ന ഒരു അറബി. അപ്പോ സഹോദരന്മാരെ, 920-കൾക്ക് ശേഷം വഹാബിസം രംഗപ്രവേശനം ചെയ്യുകയും 940-കളിൽ ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ നിന്ന് ജുമഅയും ഖുതുബയും കണ്ടു പഠിച്ചു പ്രാവർത്തികമാക്കി കടന്നു വന്ന മഹാരഥന്മാരായ സ്വഹാബയുണ്ടല്ലോ. ആ സ്വഹാബ ഇവിടെ പള്ളിയുണ്ടാക്കി ഖുതുബക്ക് അവർ ജീവിതത്തിലൂടെ വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു. ഖുതുബ എന്നത് കേവല പ്രസംഗമല്ല. സ്വല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. അതേ ഇസ്ലാമിന്റെ നിസ്കാരാദി കർമ്മങ്ങൾക്ക് ഞാൻ എന്തൊക്കെ നിർവഹിച്ചിട്ടുണ്ടോ, നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഞാൻ വുളുവെടുത്തിട്ടുണ്ടോ, ജുമാ നിസ്കാരത്തിന്റെ മുമ്പ് ഞാൻ ഖുതുബയോദിയിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ചെയ്തു പോയ ആരാധനകള് അങ്ങനെ തന്നെ നിർവഹിക്കണേ എന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ അന്വർത്ഥമാക്കി സ്വഹാബത്ത് ഇവിടെ അറബിയിൽ ഖുതുബ പഠിപ്പിച്ചപ്പോൾ ആ അറബി ഖുതുബയെ സമുദായത്തിൽ പിളർപ്പിന് വേണ്ടി മലയാളത്തിലേക്ക് മാറ്റിയ കക്ഷികൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഖുദ് മിൻ അംവാലിഹിം സദഖ എന്ന ആയത്ത് സ്വഹാബികൾ മനസ്സിലാക്കിയതിന് ഘടകവിരുദ്ധമായി മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് അതിന് ചില ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഫിറ്റാകുന്ന കുറെ ന്യായം പറഞ്ഞു. ആ ന്യായമാണ് വെള്ളിയാഴ്ച മിമ്പറമെന്ന് മലയാളത്തിൽ പറയാത്തതുകൊണ്ട് ജനങ്ങളൊക്കെ കള്ളുടിയന്മാരാകുക.
അതിൽപ്പെട്ട വേറൊരു വ്യാഖ്യാനമാണ് ജനങ്ങൾക്കൊന്നും ദീന് പഠിക്കണില്ല, ഈ 10 മിമ്പറമെന്നാണ് പറഞ്ഞാലേ വഹാബിയക്ക് തിരിയുള്ളൂ. അങ്ങനെ യഥാർത്ഥത്തിൽ ഇപ്പൊ വഹാബികൾ പറയാം അങ്ങനെ മിമ്പറ വിട്ടുകൊടുത്തിട്ട് ഒരു ഫലം ഉണ്ടായില്ല, പനി പോയത്താണ് അവിടെ നടക്കുന്നത്. സക്കരിയ സ്വലാഹി എന്നെ പറയാണ് വഹാബികളെ ഖുർആൻ ക്ലാസ്സിലും അതുപോലെ വെള്ളിയാഴ്ച ഖുത്ബ പ്രസംഗത്തിനും ഒക്കെ പോണ തള്ളക്ക്, മൂപ്പര ഭാഷയാണ്, ആ തള്ളക്ക് ഇപ്പോഴും ഒരു സ്വർണ്ണമോതിരം ആണുങ്ങൾക്ക് ഇടാൻ പാടില്ല എന്നുള്ള മസാല അറിയില്ല. എന്തിനധികം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി ഭാര്യ വീട്ടിക്ക് വരുന്ന പുതിയാപ്പിളക്ക് ഈ തള്ള ഖുർആൻ ക്ലാസും ജുമാക്കും വരുന്ന തള്ള പാലുണ്ടേ കൊടുക്ക, എന്നിട്ട് മോതിരന്റെ കയ്യിന് കാട്ടിക്ക, മോതിരം ഇട്ട് കൊടുക്ക സ്വർണ്ണ. അപ്പൊ ചെങ്ങായിമാരെ അതൊക്കെ ഒന്ന് മിമ്പറമെന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഏതായാലും നിങ്ങൾ തോന്നി അതാ കാട്ടുന്നത്, എന്നാ അതെന്നേലൊന്ന് പറഞ്ഞു കൊടുത്തൂടെ നിങ്ങൾക്ക്? തള്ളേ, നിങ്ങൾ ഖുർആൻ ക്ലാസ് കേട്ടിട്ടില്ലേ? നിങ്ങൾ ജുമാക്ക് പോയിട്ടില്ലേ? ആണുങ്ങൾക്കാണ്. പക്ഷെ ഈ ജാതി ക്ലോസറ്റിലല്ലേ നിങ്ങൾ ബിരിയാണി വിളമ്പിയത്, അതാണ് അതിന്റെ ബർക്കത്ത് കുറവ്. സ്വർണ്ണ ഹറാമാന്ന് പഠിച്ചിട്ടില്ലേ? എന്നെ ഹറാമ് ജനിക്കാനാ നിങ്ങൾ ഉദ്ദേശിക്കണേ? ഇത് ഞങ്ങളെ മോളെ കെട്ടിച്ചെന്ന് ഒരൊറ്റ മരുവൻ പറഞ്ഞാൽ മതി. അത് നാടാ. എന്തിനാണ് കാക്ക നിങ്ങൾ ഈ മലയാളത്തിൽ കുത്തുപൊടങ്ങിയത്? തള്ളന്റെ അവിടെ നിൽക്കട്ടെ, മൂപ്പത്തിക്ക് വിവരം. നിങ്ങൾ എന്തിന് ഈ പരീക്ഷണം പള്ളി മെമ്പറുകളിൽ കൊണ്ടുവന്നു? അവസാനം നിങ്ങൾ പറയുന്നു നബാത്തിയ ഖുതുബയാണ് ഇതിനേക്കാളും നല്ലത്, നമ്മുടെ പരീക്ഷണം പരാജയമാണ്. ഇപ്പൊ ഇവിടെ ഒരു മൗലവിക്ക് പിരാന്തയക്ക എന്തേ മലയാളത്തിൽ ഖുതുബമാണെന്ന് പറഞ്ഞു മൂപ്പര പള്ളിക്കൊക്കെ 10 ആളെ കിട്ടാല്ല പകിടകളെ. ഞങ്ങൾക്ക് കേൾക്കണോ? എടവണ്ണ പോലുള്ള വഹാബി തറവാട്ടിലൊക്കെ ഇപ്പോ AP ഉസ്താദ് എടുത്ത പള്ളി നമ്മളെ പള്ളിക്ക് ആളെ കൊള്ളണില്ല. എന്തുകൊണ്ട്? സാധാരണക്കാരായ മുജാഹിദുകൾ എന്നെ നേരത്തെ കാലത്തെ പള്ളിക്ക് വരും. മൂല്യരെ ആ പള്ളിക്കൊക്കെ പോകാൻ വെച്ച മിമ്പറമെന്ന് കേൾക്കണ പച്ച തെറി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് മടുത്ത് ഞങ്ങൾക്ക് മലയാള ഖുതുബാണ് പള്ളർച്ച് മതിയായി, ഞാൻ ബൈക്ക് വെള്ളിയാഴ്ച പോകൂല എന്ന് പറയുന്നിടത്താണ് അവിടെയൊക്കെ വഹാബികളുള്ളത്. ഇതൊക്കെ പരീക്ഷണം നടന്നില്ലേ? അവസാനപ്പം മൗലവിക്ക് തോന്നി, കാരണം ഈ മിമ്പറമെന്ന് ഗ്രൂപ്പ് പ്രസംഗം മിമ്പറമെന്ന് ഖുതുബയായി വിസർജിക്കപ്പെട്ടപ്പോ അടി തുടങ്ങി. അങ്ങനെ മധ്യസ്ഥ ശ്രമത്തിന്റെ ഭാഗമായി മലയാള ഖുതുബ മാറ്റി അറബിയാക്കി. പക്ഷേ ഇവിടെ ഗൗരവം എന്താ അറിയോ? സമുദായത്തെ മൗലവിമാര് ആയത്തോതി പഠിപ്പിച്ചത് മലയാളത്തിൽ പ്രാദേശിക ഭാഷയിലല്ലാതെ ഖുതുബയോതില് പാപാണ്, ഹറാമാണ്. അപ്പൊ സ്വഹാബത്ത് ഇവിടെ ചെയ്തത്, വഹാബീസം കേരളത്തിൽ വരുന്നത് വരെ മുസ്ലിങ്ങൾ ചെയ്തത്, ഹിജ്റ 3 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ലോകം മൊത്തമായി ചെയ്തത്, 13 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ചരിത്രത്തിൽ ഉണ്ടായിരുന്ന ഖുതുബ അത് മഹാപാപാണ് എന്നാ മൗലവി പറയുന്നത്. ആയത്തിന്റെ അർത്ഥം എന്താ? ജനങ്ങളുടെ ഭാഷയിലല്ലാതെ ദഅവത്ത് പാടില്ല എന്നാ പറയുന്നത്. ജനങ്ങളുടെ ഭാഷ മലയാളികളോട് മലയാളത്തിൽ പറയലാണ് അള്ളാഹ് അനുവദിച്ചത്. അറബിയിൽ പറയൽ പാപമാണ്, അറബിയിൽ ഖുതുബ നടത്തൽ പാപമാണ്, തെറ്റാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്. അവിടെ അറബിനോടല്ലേ സ്നേഹം, ഭാഷയോടല്ലേ സ്നേഹം എന്ന് പറയുന്നതിന് ഒരു പുണ്യവും കിട്ടില്ല. കണ്ടങ്ങള് പക്ഷെ തടി കേടരുന്ന് കണ്ടാ മിമ്പറുമെന്ന് അറബിയനാക്കിക്കളി, ഇനി തല്ലു വേണ്ട. അപ്പൊ ഈ ഹറാം എവിടെ പോയി മൗലവി? മുസ്ലിം സമുദായത്തെ പിളർത്തുവാൻ സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇസ്ലാമിൽ വൈമനസ്യത്തോടുകൂടെ കടന്നു വന്ന് ഹൃദയത്തിൽ കുഫ്രിയത്ത് മറച്ചു വെച്ച കക്ഷികളുണ്ടല്ലോ. ആ മുനാഫിക്കീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് അടങ്ങി നിൽക്കുകയും അവരുടെ ഇടപെടൽ അല്ലാഹുവിന്റെ ഹബീബ് തടഞ്ഞു വെക്കുകയും ചെയ്തപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ആ മുനാഫിക്കീങ്ങൾ രംഗപ്രവേശനം ചെയ്തു. എങ്ങനെയാണ് മുനാഫിക്കീങ്ങൾ രംഗപ്രവേശനം ചെയ്തതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് അവർ രംഗപ്രവേശനം ചെയ്തത്. ആ കക്ഷികളുടെ സ്വഭാവം അക്കാലത്ത് മാത്രമുള്ളതല്ല. ഈ സമുദായത്തിൽ അങ്ങനെയുള്ള കക്ഷികളുടെ സാന്നിധ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുസ്ലിമേ സതഫ്തരികു ഉമ്മത്തി അലാ 73 മില്ലാത്ത്. എന്റെ സമുദായം 73 കക്ഷികളായി ഭിന്നിച്ചു പോകുന്നതാണ്. എന്റെ സമുദായം 73 വിഭാഗമായി ശിഥിലീകരിക്കപ്പെടുന്നതാണ്. എന്റെ ഉമ്മ
ഉമ്മത്ത് എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബൈബിളോതി സുവിശേഷ പ്രസംഗം നടത്തുന്ന പുരോഹിതന്മാര് ഹബീബിന്റെ ഉമ്മത്തല്ല. രാമായണം വായിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന മഹർഷിമാരും മുനിമാരും സ്വാമിമാരും അള്ളാന്റെ ഹബീബിന്റെ ഉമ്മത്ത് അല്ല. പിന്നെ ഇവിടെ അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഉമ്മത്തേതാണ്? എന്റെ ഉമ്മത്ത് 73 ആകുമെന്ന് പറഞ്ഞാൽ ഒരു ഖുർആനിലെ ആയത്തിന് നിങ്ങൾക്ക് 72 രൂപത്തിലുള്ള അർത്ഥം കേൾക്കേണ്ടി വന്നേക്കാം. ഈ ഖുർആനിന്റെയും ഹദീസിന്റെയും പേരിൽ തന്നെ നിങ്ങൾക്ക് 73 വിഭാഗത്തെ ലോകത്ത് കണ്ടേക്കാമെന്നല്ല, കാണുന്നതാണ്. 73 വിഭാഗം ഖുർആനിന്റെ പേരിൽ. ഖുർആൻ ആയത്തോതി 73 വിഭാഗം. ഓ ചെറുപ്പക്കാരെ, സാധാരണക്കാരായ മുസ്ലിങ്ങളെ, ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച വേണ്ട. ഈ വിഷയത്തിൽ ഒരിക്കലും തന്നെ ലാഘവ ബുദ്ധി വേണ്ട. കള്ളപ്രവാചകന്മാരൊരു ഭാഗത്തുണ്ടായിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ശത്രുക്കൾ പരസ്യമായി രംഗത്ത് വന്നിട്ട് അവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് ഈ സമുദായത്തിന്റെ അകത്തളത്തിൽ ദുർവ്യാഖ്യാനമായി കടന്നു വന്ന കക്ഷികൾക്കെതിരെ ഒരു കയറിന്റെ കാര്യത്തിൽ പോലും വിട്ടുവീഴ്ചയില്ലെന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് എന്ന ഹോജാ റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ ആ വിട്ടുവീഴ്ചയില്ലാത്ത ശൈലി അള്ളാന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചതാണ്. 73 വിഭാഗം ഖുർആനിന്റെ പേരിൽ രംഗപ്രവേശനം ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ? അത് ഉസ്താദെ എല്ലാരും ആയത്തോദീസല്ലേ ഓതുന്നത്. ഒരു 2-3 ഗ്രൂപ്പായിട്ട് നമ്മൾ മാറും ഇല്ലേ? അങ്ങാടിയില് നമ്മുടെ വിശ്വാസത്തെയും കർമ്മത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ടീം വന്നാൽ നമ്മളൊരു 3 വിഭാഗമായി മാറും. ഒരു ടീം മൗലവി എന്താ പറഞ്ഞത് അവിടെ ഉറച്ചു നിൽക്കുന്ന ടീം ഓല വിടുക. ഒരു വിഭാഗം പറയും എല്ലാരും ആയത്തോദീസല്ലേ ഉസ്താദെ ഓതുന്നത്, അതുകൊണ്ട് നമ്മളിങ്ങനെ സൗകര്യമുള്ള മാതിരിയൊക്കെ അങ്ങനെ കഴിഞ്ഞുകൂടുക. വേറൊരു കൂട്ടര് പറയും ആരെയും വിശ്വസിക്കാൻ പറ്റൂല, എല്ലാരും ഖുർആനോണ്ടും ദീനോണ്ടും കളിക്കാണ് എന്ന് വേറൊരു കൂട്ടർ. വേറൊരു കൂട്ടർ നമ്മളെ തെബിലീഗ് ജമാഅത്തിനെ പോലെ അങ്ങനെ ഉണ്ടല്ലോ, പിന്നെ താടിക്ക് നീളം കൂടുമ്പോ തുണിക്ക് നീളം കുറയുന്ന ഒരു ടീം. അതാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ തെബിലീന്ന് പറയുന്ന അടയാളം എന്ന് പറഞ്ഞാൽ താടി വെക്കേണ്ട ഷർത്ത് ഓൽക്കില്ല, തുണി എടുക്കേണ്ട ഷർത്തും പറഞ്ഞൊന്നും അവരോട് പറയരുത്, നിക്കരിച്ച് എന്നെ നിക്കരിച്ച്. ഇങ്ങനെ കരാറടിസ്ഥാനത്തിൽ ദീന് കരാറെടുത്ത ഒരു കൂട്ടരുണ്ട്. ഇവരൊക്കെ പറയണം അത് കണ്ണൊട്ടന്റെ വടിയോലെ കാദ്യാനിപ്പള്ളി ആണെങ്കിലും ചേകന്നൂർ പള്ളിയാണെങ്കിലും വഹാബിപ്പള്ളിയാണെങ്കിലും ഒക്കെ അങ്ങനെ കണ്ണൊട്ടന്റെ വടിക്ക് ഒരു പ്രത്യേകിച്ച് ചുക്കുമൊന്നുമില്ല. മിമ്പർമലും അകത്തെ പള്ളിയിലും ബാത്റൂമിലും ഒക്കെ മൂപ്പർ അതന്നെയാ കുത്തിപ്പിടിക്കുക എന്നതുപോലെ എല്ലായിടത്തും കുത്തുന്ന ഒരു ശൈലി. അള്ളാഹുവിന്റെ ഹബീബ് അവിടെ വളരെ കൃത്യമായ നിലപാട് പഠിപ്പിക്കുകയാണ്. ആയത്തുകളോതി 73 രൂപത്തിലുള്ള ആശയം നിങ്ങൾ കേൾക്കുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, കുല്ലുഹും ഫിന്നാരി ഇല്ലാ മില്ലത്തൻ വാഹിദ. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, സാധാരണക്കാരായ മുസ്ലിങ്ങളെ, ഇത് ഭൗതികമായ വിഷയത്തിലുള്ള തർക്കങ്ങളല്ല. അള്ളാഹുവിന്റെ ദീന് ദീനായി അന്ത്യകാലം വരെ നിലനിൽക്കണമെന്നതിന്റെ ഭാഗമാണോ? ഈ പ്രപഞ്ചത്തിന്റെ പര്യവസാനം വരെ ഹക്കിന്റെ മേലിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകണമെന്ന റബ്ബിന്റെ കൽപ്പന. ആ കൽപ്പന ഇവിടെ പ്രാവർത്തികമാക്കുന്നതിനുള്ള കാരണങ്ങളായി അള്ളാഹു നമ്മുടെ ഹിദ്മകളെ കബൂൽ ചെയ്യട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഖുർആൻ ആയത്തോതിയിട്ട് നരകത്തിലേക്ക് വിളിക്കുന്ന 72 ടീം, ഹദീസുകൾ ഓതിയിട്ട് ആയത്തുകൾ ഓതിയിട്ട് ജനങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന 72 കക്ഷികളുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കുല്ലുഹും ഫിന്നാരി ഇല്ലാ മില്ലത്തൻ വാഹിദ. 72 നരകത്തിൽ. ഗൗരവത്തിൽ ആലോചിക്കണം മുസ്ലിമേ, ഈ 72നെ ഇനി എവിടെയാ നമ്മൾ തരിക? ഈ വരുന്ന ഏടാകൂടങ്ങളൊക്കെ ദീനാന്ന് പറഞ്ഞ് നമ്മൾ നടന്നാ പിന്നെ റസൂലുള്ള പറഞ്ഞ 72നെ പിന്നെ എവിടെയാ നമ്മൾ തരാൻ പോണ്ടി?